നമസ്തേ. അടിസ്ഥാന പാഠാവലിയിലെ സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന 3-ാമത്തെ യൂണിറ്റിലെ തള്ളവിരലില്ലാത്ത ഗ്രാമം എന്ന പാഠമാണ് നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. പ്രശസ്ത എഴുത്തുകാരൻ ആനന്ദിന്റെ ഗോവർദ്ധന്റെ യാത്രകൾ എന്ന നോവലിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ തൊഴിലാളികൾ നടത്തിയ യാതനാപൂർണമായ സമരകഥയാണ് ഈ നോവൽ ഭാഗത്ത് ആനന്ദ് വരച്ചിടുന്നത്. തുണിനെയ്ത്ത് ഉപജീവന മാർഗമാക്കിയ ഒരു കൂട്ടം തൊഴിലാളികൾ തങ്ങളെ ചൂഷണം ചെയ്യാനെത്തിയ ബ്രിട്ടീഷുകാരോടുള്ള പ്രതിഷേധം അവർ അറിയിച്ചത് വ്യത്യസ്തമായ ഒരു സമരത്തിലൂടെയാണ്. തുണി നെയ്യാൻ ഏറ്റവും അത്യാവശ്യമായ തള്ളവിരൽ അവർ മുറിച്ചു കളഞ്ഞു. പാവപ്പെട്ട ആ നെയ്ത്തുകാർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ സമരവീര്യത്തെക്കുറിച്ച് നമുക്ക് ഈ പാഠത്തിൽ നിന്നും മനസ്സിലാക്കാം. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് എഴുത്തുകാരനെ അടുത്തറിയാം. ആനന്ദ് മലയാളത്തിലെ ആധുനിക എഴുത്തുകാരിൽ പ്രമുഖൻ. 1936 ഇരിങ്ങാലക്കുടയിൽ ജനിച്ചു. പി സച്ചിദാനന്ദൻ എന്നാണ് ശരിയായ പേര്. നോവൽ, കഥ, നാടകം, ലേഖനം, പഠനം തുടങ്ങിയ മേഖലകളിലായി 20ഓളം കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2019 എഴുത്തച്ഛൻ പുരസ്കാരം ആനന്ദിനാണ് ലഭിച്ചത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. പ്രധാന കൃതികൾ: ആൾക്കൂട്ടം, മരണ സർട്ടിഫിക്കറ്റ്, ഉത്തരായനം, മരുഭൂമികൾ ഉണ്ടാകുന്നത്, ഗോവർദ്ധന്റെ യാത്രകൾ, അഭയാർത്ഥികൾ, വ്യാസനും വിഘ്നേശ്വരനും, അപഹരിക്കപ്പെട്ട ദൈവങ്ങൾ തുടങ്ങിയ നോവലുകളും, ഒടിയുന്ന കുരിശ്, ഇര, വീടും തടവും, സംവാദം, അശാന്തം, 4-ാമത്തെ ആണി, സംഹാരത്തിന്റെ പുസ്തകം എന്നീ കഥകളും, ശവഘോഷയാത്ര, മുക്തിപഥം എന്നീ നാടകങ്ങളും, ഇടവേളകളിൽ നഷ്ടപ്രദേശങ്ങൾ, കണ്ണാടി ലോകം, ഓർക്കുക, കാവലിരിക്കുകയാണ് എന്നീ ലേഖനങ്ങളും, ജൈവമനുഷ്യൻ, വേട്ടക്കാരനും വിരുന്നുകാരനും എന്നീ പഠനങ്ങളും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. നമുക്ക് പാഠത്തിന്റെ ആദ്യ ഭാഗം മനസ്സിലാക്കാം. തള്ളവിരലില്ലാത്ത ഗ്രാമം. ഗോവർദ്ധൻ ഗ്രാമത്തിലെത്തിയപ്പോഴേക്കും വെയിൽ നന്നായി ചാഞ്ഞു കഴിഞ്ഞിരുന്നു. എല്ലായിടത്തും എന്തോ ആപത്തു വന്നതുപോലെ ബഹളം. ബസാറിൽ മനുഷ്യർ ധൃതി പിടിച്ച് കടകൾ അടയ്ക്കുകയും വിൽക്കാൻ വച്ചിരുന്ന സാധനങ്ങൾ വാരിക്കൂട്ടി ഓടുകയും ചെയ്തു. കൊണ്ടുപോകാൻ കഴിയാത്ത അരിയുടെയും ഗോതമ്പിന്റെയും കൂമ്പാരങ്ങളുടെ മീതെ കൂടെ മനുഷ്യർ ചവിട്ടിയോടി. വീടുകളിൽ നിന്ന് സ്ത്രീകൾ കുട്ടികളെ വിളിക്കുന്നതിൻ്റെയും വാതിലുകൾ അടയ്ക്കുന്നതിൻ്റെയും ശബ്ദം. ചുഴലിക്കാറ്റ് വരികയാണോ, അതോ ഏതെങ്കിലും സൈന്യം ആക്രമിക്കാനെത്തുകയോ? ഗോവർദ്ധന് ഒന്നും മനസ്സിലായില്ല. ആരും അയാളോട് സംസാരിക്കുവാൻ തയ്യാറായില്ല. ഒടുവിൽ സഹികെട്ട് അയാൾ ഓടുന്ന ഒരാളെ കയ്യിൽ പിടിച്ചു നിർത്തി. അയാളുടെ കയ്യിലും തള്ളവിരൽ ഇല്ലായിരുന്നു. ഗോവർദ്ധന്റെ കയ്യിൽ തള്ളവിരൽ ഉണ്ടെന്നത് ആ മനുഷ്യനെയും അതുപോലെ ഞെട്ടിച്ചതായി തോന്നി. ഓടിപ്പോകുന്നതിന് മുൻപ് അയാൾ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ: ഓടിക്കോ. നദീതീരത്തായിരുന്നു ചന്ത. നദിയിൽ കൂടി ചില വഞ്ചികൾ കടവിന്റെ നേരെ വരുന്നത് അയാൾ കണ്ടു. അവയിൽ കമ്പനിയുടെ കൊടികൾ പറക്കുന്നുണ്ടായിരുന്നു. ചിലതു കാലിയായിരുന്നു, ചിലതിൽ നിറയെ ചരക്കും. ആളുകൾ എന്തിനാണ് ഓടിയതെന്ന് ഗോവർദ്ധന് മനസ്സിലായി. കമ്പനി ഓഫീസർമാരും ഗുമസ്തന്മാരും ദല്ലാളുകളും കച്ചവടത്തിനു വരികയാണ്. അവരുടെ ചരക്കുകൾ നാട്ടുകാർക്ക് വിൽക്കാനും നാട്ടുകാരുടേത് വാങ്ങുവാനും. പിൻപുറത്തുനിന്ന് തുറന്ന ഒരു വാതിൽ കണ്ട് ഗോവർദ്ധൻ ആ വീടിനകത്തേക്കു കയറി. അതിനകത്തുണ്ടായിരുന്ന സ്ത്രീ ആദ്യം ഭയന്നുവെങ്കിലും പിന്നീട് അയാളെ വിളിച്ചിരുത്തി. അവളുടെ കുട്ടികൾ അയാൾക്ക് കുടിക്കുവാൻ വെള്ളം കൊണ്ടുവന്നു കൊടുത്തു. തള്ളവിരലുകൾ ഇല്ലാത്ത കൈകൾ കൊണ്ട് പതുക്കെ പതുക്കെ പേടിപ്പിക്കുന്ന ആ വൈകൃതത്തിനോട് ഗോവർദ്ധൻ ഒത്തുതീർപ്പിലെത്തി. വൈകൃതമെന്നാൽ വികൃതമായ അവസ്ഥ. അയാളുടെ കൂടെയുണ്ടായിരുന്ന കുരുടനായ പൂച്ചയോടെന്ന പോലെ. നിരുപദ്രവകാരികളായ ജന്തുക്കളെ അന്ധരാക്കുന്നത് കുട്ടികളുടെ വിനോദവും
കുട്ടികളെ പീഡിപ്പിക്കുന്നത് മുതിർന്നവരുടെ സ്വഭാവവും ആയിട്ടുള്ള ഒരു പട്ടണത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്, ഗോവർദ്ധൻ സ്ത്രീയോട് പറഞ്ഞു. അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിൽ അഭയം തേടുക അസാധ്യമായിരുന്നു. അതുകൊണ്ട് എൻ്റെ പിറകെയുള്ള പോലീസിന് മുമ്പേ ഓടുകയാണ് ഭേദമെന്ന് ഞാൻ വിചാരിച്ചു. ഇവിടെയുള്ളവരും നിങ്ങൾക്ക് അഭയം തരില്ല, സ്ത്രീ പറഞ്ഞു. ഞങ്ങളെ തന്നെ രക്ഷിക്കുവാൻ കഴിയാത്തവർ ഞങ്ങൾ. അതെ, കൂടാതെ ഞാൻ തള്ളവിരലുകളുള്ള ഒരുവനും. ഗോവർദ്ധൻ അവൾ നൽകിയ ചപ്പാത്തിയിൽ നിന്ന് ഒരു കഷണം പൂച്ചയ്ക്ക് കൊടുത്തു. ബാക്കി അയാൾ ഉള്ളി കടിച്ചുകൂട്ടി തിന്നു. തിന്നുന്നതിനിടയ്ക്ക് അയാൾ പറഞ്ഞു, എനിക്കൊരു ജ്യേഷ്ഠനുണ്ടായിരുന്നു പണ്ട്. അയാളുടെ 2 കൈകളിലും 6 വിരലുകൾ വീതമുണ്ടായിരുന്നു. അയാൾ ചെയ്യുന്ന ഒരു കൃത്യത്തിലും പങ്കുചേരാത്ത വിരലുകൾ. ആ വിരലുകളിൽ തട്ടിയാണ് ഞാൻ അയാളുടെ പിന്നാലെ നടക്കാറ്. ഇവിടെയാകട്ടെ എല്ലാവർക്കും 4 വിരലുകളേയുള്ളൂ. ഞങ്ങളും 5 വിരലുകളോടുകൂടി തന്നെയാണ് ജനിച്ചത്. ഒരു വിരൽ ഞങ്ങൾ മുറിച്ചു കളഞ്ഞു. ആ കഥ അവൾ വിവരിച്ചു. നമുക്ക് പാഠത്തിന്റെ ഇതുവരെയുള്ള ആശയം നോക്കാം. ആനന്ദിന്റെ ഗോവർദ്ധന്റെ യാത്രകൾ എന്ന നോവലിലെ ഒരു ഭാഗമാണിത്. പല നാടുകളിലൂടെയുള്ള യാത്ര ചെയ്തു നടന്ന ഗോവർദ്ധൻ ഒടുവിൽ തുണി നെയ്ത്തുകാരുടെ ഗ്രാമത്തിലും എത്തിച്ചേരുന്നു. ഗോവർദ്ധൻ അവിടെ എത്തിയപ്പോൾ വെയിൽ ചാഞ്ഞു കഴിഞ്ഞിരുന്നു. അതായത് സന്ധ്യാസമയമായിരുന്നു. എല്ലായിടത്തും എന്തോ ആപത്ത് വരുന്നത് പോലെ ബഹളമായിരുന്നു. ബസാറിൽ മനുഷ്യർ ധൃതി പിടിച്ച് കടകൾ അടയ്ക്കുകയും വിൽക്കാൻ വച്ചിരുന്ന സാധനങ്ങൾ വാരിക്കൂട്ടി ഓടുകയും ചെയ്യുന്നത് കണ്ടു. കൊണ്ടുപോകാൻ കഴിയാത്ത അരിയുടെയും ഗോതമ്പിന്റെയും കൂമ്പാരങ്ങളുടെ മീതെ കൂടി മനുഷ്യർ ചവിട്ടി ഓടുന്നു. വീടുകളിൽ നിന്ന് സ്ത്രീകൾ കുട്ടികളെ വിളിക്കുന്നതിൻ്റെയും വാതിലുകൾ അടയ്ക്കുന്നതിൻ്റെയുമെല്ലാം ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ആളുകൾ ഇങ്ങനെ എന്തിനാവാം തിരക്കു പിടിച്ച് ഓടുന്നതെന്ന് ഗോവർദ്ധൻ ചിന്തിച്ചു. കമ്പനി ഓഫീസർമാരും ഗുമസ്തന്മാരും ദല്ലാളുമാരും കച്ചവടത്തിന് വരുന്നത് കണ്ടാണ് എല്ലാവരും ഓടിയത്. അവർ എന്തിനാണ് എത്തിയത്? അവരുടെ ചരക്കുകൾ നാട്ടുകാർക്ക് വിൽക്കാനും നാട്ടുകാരുടേത് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാനുമാണ് അവർ എത്തിയത്. അവരിൽ നിന്ന് രക്ഷപ്പെടാനാണ് ആളുകൾ ഓടിയത്. ആ നാട്ടിലുള്ള ഒരാൾ ഗോവർദ്ധനോടും പറയുകയാണ്, ഓടിക്കോ എന്ന്. ഗോവർദ്ധൻ ആ മനുഷ്യന്റെ കൈകളിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഒരു ഞെട്ടലുണ്ടായി. എന്താവാം കാരണം? ആ മനുഷ്യന്റെ കൈകളിൽ തള്ളവിരൽ ഇല്ലായിരുന്നു. ഗോവർദ്ധന്റെ കൈകളിൽ തള്ളവിരലുകൾ ഉള്ളത് ആ മനുഷ്യനെയും ഞെട്ടിച്ചു. പിന്നീട് എന്താണ് സംഭവിച്ചത്? ഒരു വീടിന്റെ തുറന്ന വാതിൽ കണ്ട് ഗോവർദ്ധൻ അകത്തേക്കു കയറി. വീടിന്റെ അകത്തുണ്ടായിരുന്ന സ്ത്രീ ആദ്യം ഭയന്നെങ്കിലും പിന്നീട് അയാളെ അകത്തു വിളിച്ചിരുത്തി. അവളുടെ കുട്ടികൾ തള്ളവിരലുകൾ ഇല്ലാത്ത കൈകൾ കൊണ്ട് അയാൾക്ക് കുടിക്കാൻ വെള്ളം നൽകി. ആ കാഴ്ച കണ്ട് ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും ഗോവർദ്ധൻ പിന്നീട് അതിനോട് പൊരുത്തപ്പെട്ടു. നിരുപദ്രവകാരികളായ ജന്തുക്കളെ അന്ധരാക്കുകയും കുട്ടികളെ പീഡിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു ഗ്രാമത്തിൽ നിന്നാണ് താൻ വരുന്നതെന്ന് ഗോവർദ്ധൻ സ്വയം പരിചയപ്പെടുത്തി. ഇവിടെയുള്ള ആരും നിങ്ങൾക്ക് അഭയം തരില്ല എന്ന് ആ സ്ത്രീ ഗോവർദ്ധനോട് പറഞ്ഞു. ഗോവർദ്ധൻ തള്ളവിരലുള്ള ആളാണ് എന്നതായിരുന്നു പ്രധാന കാരണം. സ്വയം രക്ഷിക്കാൻ കഴിയാത്തവരാണ് തങ്ങളെന്ന് അവർ ദുഃഖത്തോടെ പറയുന്നു. ആ സ്ത്രീ നൽകിയ ചപ്പാത്തി ഗോവർദ്ധൻ കഴിച്ചു. തിന്നുന്നതിനിടയിൽ 6 വിരലുകളുള്ള തന്റെ ഒരു ജ്യേഷ്ഠനെ കുറിച്ചും ഗോവർദ്ധൻ പറഞ്ഞു. 5 വിരലുകളോടുകൂടി ജനിച്ച തങ്ങളുടെ വിരൽ മുറിച്ചു കളയേണ്ടി വന്ന കഥ ആ സ്ത്രീ വിവരിക്കുകയാണ്. പാഠത്തിന്റെ ഇതുവരെയുള്ള ആശയം എല്ലാവർക്കും മനസ്സിലായല്ലോ. എല്ലാവരും പാഠം നന്നായി വായിച്ചു നോക്കുക. ബാക്കി ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.